അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വാല ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമാണ് സ്നേഹക്കൂട്, അഥവാ കുടുംബവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലെ വ്യത്യസ്ത ഇഷ്യൂകളും അതിനുള്ള സൊല്യൂഷനുമാണ് സ്നേഹക്കൂട്ടിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിവിധങ്ങളായ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏറെ ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾക്കും ഇടം കിട്ടുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സാധാ പോലെ തന്നെ ഇന്നും നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ KP സഹസറാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും സർ. നമ്മൾ സ്നേഹക്കൂടിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പല വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കുമ്പോൾ കുടുംബങ്ങളിൽ ഏറെ അത് ഉപകരിക്കുന്നു എന്നറിയാൻ നമുക്ക് സന്തോഷമുണ്ട്. അള്ളാഹു അത് നമുക്ക് നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പണ്ഡിതന്മാർ അതുപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ അറിവുകൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ അത് ഒരുപാട് കുടുംബങ്ങളിലേക്കാണ് അതിൻ്റെ റിസൾട്ടുകൾ എത്തുന്നത്. അപ്പോൾ ആ കുടുംബങ്ങളിലൊക്കെ അതിൻ്റെ ഖൈറും ബർക്കത്തും ഉണ്ടാവും. അത് അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു. ഞാൻ ആമുഖത്തോട് കൂടിയിട്ട്, അഥവാ ഒരു വലിയൊരു ആമുഖമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കയറുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം 2010 ശേഷം ജനിച്ച പുതിയ തലമുറ, അഥവാ ന്യൂജൻ എന്ന് പറയുകയും ഒരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയാറുള്ളത് ആൽഫ ജനറേഷൻ. അതിൻ്റെ ഒരുപാട് ഇഷ്യൂകളുണ്ട്. രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകർ, സമൂഹമൊക്കെ ന്യൂജൻ അവരൊന്നിനും പറ്റാത്തവരാണ്, അവരെ അല്ലെങ്കിൽ ഒരു കാര്യം ഉൾക്കൊള്ളാത്തവരാണെന്ന രൂപത്തിലൊക്കെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്യൂകൾ, അതിനു വേണ്ട പരിഹാരങ്ങൾ നമുക്കൊന്ന് നിർദ്ദേശിച്ചാൽ അത് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഏറെ ഉപകരിക്കുമെന്ന് തോന്നുകയാണ്. അപ്പോൾ വിഷയത്തിലേക്ക്, ഈ ഒരു ആൽഫ ജനറേഷൻ്റെ പ്രത്യേകതകളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണം. ബിസ്മില്ലാ. ആൽഫ ജനറേഷൻ അനുഭവിക്കുന്ന ചാലഞ്ചുകൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് എന്താണ് എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് വളരെ റെലവൻ്റായ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം പാരൻസ് പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആൽഫ ജനറേഷനിൽപ്പെട്ട 2010 ശേഷം ജനിച്ചിരിക്കുന്ന കുട്ടികളെ എപ്രകാരമാണ് പാരന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ശിക്ഷണം നൽകേണ്ടത്, ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് അറിവില്ലായ്മ പുതിയ പാരൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും അഭികാമ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഇഷ്യൂസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിലെനിക്ക് പറയാനുള്ളത് ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതിക വിദ്യാരംഗത്തുള്ള ചാലഞ്ചുകൾ, വെല്ലുവിളികളാണ് ഒന്നാമതായി നിഷ്കർഷിക്കാനുള്ളത്. അതായത് നമുക്കറിയാം, ഇന്ന് ഏതൊരു കുട്ടിയും മൊബൈൽ ഫോണിന് എഡിക്റ്റഡ് ആണ്. ഈ ഒരു സ്ക്രീൻ ടൈം എഡിക്ഷൻ, ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ ചിലവഴിക്കുന്നത് മൊബൈലിലാണ്. അപ്പോൾ ഈ സ്ക്രീനിനോടുള്ള ഒരു എഡിക്ഷനിലാണ് കുട്ടികൾ ഇന്നുള്ളത്. അതാണ് ഇന്നത്തെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളി. അതുകൊണ്ട് സത്യത്തിൽ കുട്ടികൾക്ക് വായനയോട് തന്നെ ഒരു തരം അനിഷ്ടം രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് തന്നെ കോളേജിൽ വെച്ച് ഒരു വായനക്കുള്ള ഒരു വേദി കോളേജിൽ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം കൂടി അതിനുള്ള ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നോട് സംസാരിച്ചു. വിഷയം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്കൊന്നും വായിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, പുസ്തകങ്ങൾ ചർച്ച ചെയ്യുക, നിരൂപണം ചെയ്യുക, ഇതിനൊന്നും കുട്ടികളെ ഇന്ന് കിട്ടുന്നില്ല. കാരണം കുട്ടികൾക്ക് ഹൈലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖല എന്താണ്? പുസ്തകത്തെക്കാൾ കൂടുതൽ ഫോണിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും പഠിക്കുന്നതുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം എഡിക്ഷൻ തന്നെയാണ്. അപ്പം അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും ഒന്നാമതായി പറയാനുള്ളത്. ഈ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുതിയ കുട്ടികൾ അഥവാ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയാണ് ശരിക്ക് നമ്മളെക്കാൾ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഫോണിൽ പുതിയ പുതിയ ആപ്പുകൾ കണ്ടെത്തുന്നതും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും.
അതിപ്പോൾ നമ്മൾ ഈ ജനറേഷൻ എന്ന് പറയുന്നത് 2010 എന്നല്ല, 2015 ശേഷം ജനിച്ച കുട്ടികളാണ് 2010 ജനിച്ച കുട്ടികളെക്കാൾ കൂടുതൽ വേഗതയിൽ, അഥവാ ഏറ്റവും ചെറിയ കുട്ടിയാണ് എത്രയും വേഗത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ടെക്നോളജിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറക്കാൻ, അതോടൊപ്പം തന്നെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം കണ്ട് ഇത് നിർത്തി മറ്റുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ടല്ലോ. അവർ അതിലേക്കൊക്കെ അവരെ ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതായത് സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ആസൂത്രിതമായി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് കുറക്കുക എന്ന് പറയുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖലയിൽ എഡിക്റ്റഡ് ആകുമ്പോൾ ഒരുപാട് വേറെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ ബുദ്ധിപരമായ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ പൊതുവെ നോക്കുക. പ്രത്യേകിച്ച് ഗെയിം എഡിക്റ്റഡ് ആയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഏറ്റവും പ്രാപ്യമായിട്ടുള്ള കാര്യമാണ് ഗെയിം. കാരണം അനവധി ഗെയിമുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പം കുട്ടി അത് കാണാൻ വേണ്ടി അവൻ്റെ നല്ല ഒരു സമയം ചിലവഴിക്കുമ്പോൾ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സമയമാണ് അതിനുവേണ്ടി അവൻ കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ള ബോധം പോലും അവന് നഷ്ടപ്പെടും. ഇത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് ബോധ്യമാവുക ആ പ്രശ്നം വന്ന് ചേരുമ്പോൾ മാത്രമാണ്. അതുവരെ പേരൻസ് ആവട്ടെ അല്ലെങ്കിൽ അധ്യാപകരാവട്ടെ ഇത്തരം ഗൈഡൻസോ ഇത്തരം കാര്യങ്ങളോ പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കാൻ, അതൊരു സീരിയസ് ആയി കാണാൻ കുട്ടികൾ പോലും തയ്യാറല്ല. എന്നാൽ പേരൻസ് ഇത്തരം ഗാഡ്ഗറ്റ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ അത് എത്ര മണിക്കൂർ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അതുകൊണ്ടുണ്ടാവേണ്ട ബെനഫിറ്റ്സ് എന്താണ്, അത് ഡിഫൈൻ ചെയ്യാൻ, അത് കൃത്യമായി നിർവചിക്കാനും അത് മോണിറ്റർ ചെയ്യാനും അവരത് ആ കാര്യത്തിന് വേണ്ടി തന്നെയാണോ ഉപയോഗിക്കുന്നത്. ഈ സ്ക്രീൻ അവർ ഉപയോഗിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷണൽ പർപ്പസ് ആണോ, അല്ല വെറും തമാശകൾക്ക് വേണ്ടി മാത്രമാണോ? അല്ലേ? ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അത് ഉപയോഗപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള റീൽസുകൾ കാണാനും തമാശകൾ കാണാനുമാണ്. എന്റർടൈൻമെന്റ് മോഡുകൾക്കാണ് കൂടുതൽ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള കാര്യങ്ങൾ അതാണല്ലോ, എന്റർടൈൻമെന്റ്സ് ആണ്. അപ്പൊ കുട്ടികൾ അത്തരത്തിലുള്ള പ്രോഗ്രാം കാണുമ്പോൾ അവരിലുള്ള ക്രിയേറ്റിവിറ്റി, അവരിലുള്ള സൃഷ്ടിപരത, പുതുതായി കാര്യങ്ങൾ നിരൂപണം ചെയ്യാനും ചിന്തിക്കാനും കണ്ടെത്താനുള്ള ആ ഒരു ശേഷി, ആ ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് അത് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് പാരൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ കുട്ടി ഈ മൊബൈൽ ഫോൺ എന്നുള്ള സംവിധാനം ഉപയോഗിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ്, ആ ഒരു കാഴ്ചപ്പാട് കൃത്യമായിട്ട് രക്ഷിതാവിന് വേണം. അപ്പൊ ആദ്യം ശരിക്കും ബോധവൽക്കരണം നടക്കേണ്ടത് പാരൻസാണ്. പാരൻസിന് ഈ ഗാഡ്ഗറ്റിനെ, ഈ ഉപകരണങ്ങളെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ ഏതെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള കൃത്യമായ പഠനം അല്ലെങ്കിൽ ബോധവൽക്കരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ അവർക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ കുട്ടികൾക്ക് അത് കൈമാറാൻ പറ്റുള്ളൂ. ഇവിടെ വലിയ പ്രശ്നം എനിക്ക് തോന്നിയിരിക്കുന്നത് പാരൻസ് ഇതിനെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല. പിന്നെ അവർ പുതിയ ട്രെൻഡ്സിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറുമല്ല. ഇതാണ്. പിന്നെ ഇവര് എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് മാറി അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വാശി അല്ലെങ്കിൽ വയലന്റ് ആവുക, അല്ലെങ്കിൽ പഠനത്തിൽ നിന്ന് വിമുഖത പ്രകടിപ്പിക്കുക, അനുസരണക്കേട് പ്രവർത്തിക്കുക, വാശിയോടുകൂടി പ്രതികരിക്കുക, ആക്രമണ മനോഭാവം പ്രകടിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് കുട്ടിയിൽ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈക്കാട്രിസ്റ്റുകളുടെ അടുത്തേക്കൊക്കെ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവരുന്നത്. ഇതല്ലല്ലോ പരിഹാരം. അതെ, വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം തരും. പലപ്പോഴും ഇപ്പോൾ ചെറിയ കുട്ടികൾ അവരാവശ്യപ്പെടാതെ തന്നെ രക്ഷിതാക്കൾ അവർക്ക് എന്തെങ്കിലും ഒരു ജോലിയിൽ മുഴുകാൻ വേണ്ടിയും അവർക്ക് ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി പലപ്പോഴും കുട്ടികൾക്ക് ഫോൺ കൊടുക്കുകയും രക്ഷിതാക്കൾ ആ ജോലിയിൽ വ്യാപൃതരായി ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയെ സംബന്ധിച്ച് ശരിക്കും ഈ കുട്ടികളുടെ, നേരത്തെ സാറ് പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ശേഷി, ഇതിനൊക്കെ ഇല്ലാതാക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെയോ രക്ഷിതാക്കൾ ചെയ്യുന്നുണ്ട്. ഇപ്രകാരം ചെയ്യുന്നത് കുട്ടികളുടെ പഠനത്തിലും അതുപോലെ തന്നെ അവരുടെ മുന്നോട്ടുള്ള പല കാര്യങ്ങളും അത് എങ്ങനെയാണ് ബാധിക്കുക ശരിക്കും? അതായത് രക്ഷിതാക്കൾ ശരിക്ക് പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ പാരന്റിങ് ഫെയിലിയർ ആവും, കുട്ടികളുടെ പഠനം ഫെയിലിയർ ആവും, ഒക്കെ ചെയ്യുമല്ലോ. കാരണം ഇതിൽ ഏറ്റവും വലിയ മാനസിക പക്വത വേണ്ടത് പാരൻസിനും ടീച്ചേഴ്സിനുമാണ്.
കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തിനനുസരിച്ച് ഓരോ കാര്യവും ഇൻക്വിസിറ്റീവായി അന്വേഷണത്വരയോടുകൂടി കണ്ടെത്താനും പരിശോധിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെ ഉള്ള പിന്നെ ആ ഒരു ചടുലത അവരിലുണ്ടാവും. എന്നാൽ പാരൻസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എൻ്റെ കുട്ടി എവിടെ എത്തണം, എന്തായിത്തീരണം, അവനിൽ വളർത്തിയെടുക്കേണ്ട സ്കില്ലുകൾ എന്താണ്, എന്തെല്ലാം ഹാബിറ്റ്സ് ആണ് അവൻക്ക് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട് രക്ഷിതാക്കൾക്കല്ലേ വേണ്ടത്. രക്ഷിതാക്കൾക്ക് ആ കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോൾ ആ ഒരു മോൾഡിലായിരിക്കും രക്ഷിതാവ് കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ആ കുട്ടി കാണാൻ പോകുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഫോർ ദി ടൈം ബീങ് ചിലപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ കൊടുക്കുകയാണെങ്കിൽ അതിൽ 10-20 മിനിറ്റ് അവൻ പഠിക്കുന്ന കാര്യം നോക്കിയേക്കും. നമ്മളുടെ ശ്രദ്ധ അവൻ്റെ അടുത്തുള്ള സമയം അത് നോക്കും. പിന്നീട് പെട്ടെന്ന് അവന് സ്ക്രോൾ ചെയ്യും. എന്നിട്ട് അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, വാട്സപ്പ് ആണെങ്കിൽ അത്, ഇൻസ്റ്റ ആണെങ്കിൽ അത്, എന്തൊക്കെയാണോ അവന് ആഗ്രഹിക്കുന്നത് ആ മേഖലയിലൊക്കെ പാഞ്ഞ് കയറി വളരെ ഫാസ്റ്റായിട്ട് ആ കാര്യം അഡാപ്റ്റ് ചെയ്യാൻ അവനക്ക് സാധിക്കും. ഇത് രക്ഷിതാക്കൾ ബോധവാന്മാരല്ല. കാരണം രക്ഷിതാക്കളെക്കാളും സ്പീഡി ആയിട്ടാണ്, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കുട്ടികൾ ഇത് കൈകാര്യം ചെയ്യുക. രക്ഷിതാക്കൾ അവിടെ എത്തുമ്പോഴേക്ക് ഇവർ പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടാവും. അതൊരിക്കലും ട്രേസ് ഔട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നെ കൃത്യമായി ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ആ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സ്കില്ല്, നോളജ് രക്ഷിതാവിനുണ്ട് എന്ന് വന്നാൽ കുറേയെല്ലാം കുട്ടികൾ കൺട്രോൾ ചെയ്യപ്പെടും. എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു അഭിപ്രായം, ഇവരെ ഒരു കാര്യം ചെയ്യരുത് നോ പറയുന്നതിന് ബദൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സൃഷ്ടിപരമായി നല്ല രൂപത്തിൽ ആ കുട്ടിയിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് അവരുടെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തത്, ആ കുട്ടി എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ചെയ്യണ്ട എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട നല്ല കാര്യങ്ങൾ എന്ത്, അതിനുള്ള പ്രൊമോഷൻ, അതിനുള്ള എൻകറേജ്മെന്റ്, അതിനുള്ള പ്രോത്സാഹനങ്ങൾ, അത് കുട്ടികൾക്ക് പലപ്പോഴും കിട്ടാറില്ല. കുട്ടികൾക്ക് ആ പ്രോത്സാഹനം എന്നുള്ള ആ ഒരു സംവിധാനം ഒരു രക്ഷിതാവ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത്തരം ടെക്നോളജിക്കലായിട്ടുള്ള ചാലഞ്ചുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. സ്ക്രീൻ ടൈമിനെ കുറിച്ചാണ് പലപ്പോഴും രക്ഷിതാക്കളും അധ്യാപകരും പരാതിപ്പെടാറുള്ളത്. ആ സ്ക്രീൻ ടൈം പലപ്പോഴും ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കളാണ് എന്നതാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം. അത് കുറച്ചു കൊണ്ടുവരുവാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുറച്ചു കൊണ്ടുവരിക തന്നെ വേണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡിലാണ് പലപ്പോഴും അവർ പല കാര്യങ്ങളും സ്ക്രീനിലൂടെ കാണുന്നത്. പഠിക്കാനുള്ള പല സൗകര്യങ്ങളും അവിടെ ഉണ്ട്. നോ പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് യെസ് പറയിക്കണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്ന് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുട്ടികൾ ആ രൂപത്തിലേക്ക് അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാനും അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കുറച്ച് വരാനും സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സർ, ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഈ സ്ക്രീൻ ടൈം എന്ന് പറയണത് ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻ്റ് ആവാം, അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കാർട്ടൂണുകൾ പോലെയാവാം. പക്ഷേ ഈ സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പല മേഖലയും അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു അവയർനെസ് രക്ഷിതാക്കൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണ്ടേ? അതായത് ഇപ്പോൾ എല്ലാം പിന്നെ പുതുതായി കണ്ടെത്താനുള്ള ത്വര, അന്വേഷണത്വര ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. പലതും അവർ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം പോലും ഇന്നറിയാലോ, നമ്മുടെ കുട്ടികളെ മിസ്ഗൈഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിപ്പോൾ സൈബർ സെക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ആണെങ്കിലും ഗെയിം അഡിക്ഷൻ ആണെങ്കിലും അവിടെയൊക്കെ മക്കളെ മിസ്ഗൈഡ് ചെയ്യാനുള്ള ഒരുപാട് വേദികളുണ്ട്. ഇത് ശരിയും തെറ്റും വിവേചിച്ചറിയാൻ പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് കുട്ടികൾ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ പിന്നെ ശരീരം മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് അവർക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ ആവുന്നത് സാമ്പത്തികമായിട്ടുള്ള ലാഭമായിരിക്കും. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോക്കറ്റ് മണി കിട്ടാതെ വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ, എടാ നീ ഒന്ന് ഇന്ന ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്നത് ചെയ്യിപ്പിച്ചു കൊടുത്താൽ മതി, ഇങ്ങനെയുള്ള ഇൻസെന്റീവ്സ് ക്ലാസ്മേറ്റുകളിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട്, നീ ഒന്ന് ചെയ്തു നോക്കുന്നുണ്ടോ, ഈ രൂപത്തിലുള്ള ട്രാപ്പുകളിൽ അകപ്പെടുത്താൻ വേണ്ടി അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലെ കളിയാക്കുക എന്നുള്ളത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് കളിയാക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് കൗമാരത്തിൽ. ആ കൗമാരത്തിൽ അവരനുഭവിക്കുന്ന
ഇത്തരം പ്രശ്നങ്ങൾ അവര് പരിഹരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും അവർ പോകും. കാരണം അതിൻ്റെ റിയൽ ലൈഫ് സിറ്റുവേഷന് ഇന്നതാണ് എന്ന് അവർ മനസ്സിലാക്കുന്ന കുറേ വൈകിട്ടാണല്ലോ. ആദ്യ ഘട്ടങ്ങളിലൊന്നും അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടില്ല. അത് മുതിർന്നവർ പറയുന്ന സമയത്ത് ചിലപ്പോൾ കലം കമഴ്ത്തി വെള്ളം പാരുന്നതിന് തുല്യമായിരിക്കും. അത് മുഖവിലേക്ക് എടുക്കൂല. പിന്നെ സ്വന്തം ജീവിതത്തിൽ ഏതെങ്കിലും ട്രാപ്പിൽ അകപ്പെട്ട് അതിൻ്റെ ദുരന്തങ്ങൾ നേർക്കാഴ്ചയായി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് അവിടെ വരുന്ന പ്രശ്നം. ഇന്ന് സാർ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഷെയർ ചെയ്യണം. നന്നായി പഠിച്ചിരുന്നൊരു കുട്ടി അവളുടെ പേപ്പർ കൊടുത്ത സമയത്ത് വളരെ കുറഞ്ഞ മാർക്കാണ് കണ്ടത്. ആ സമയത്ത് ഞാൻ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താ മോളെ നിനക്ക് പറ്റിയത്? നല്ല മാർക്ക് വാങ്ങുന്ന നല്ല പഠിക്കാൻ കഴിയുന്ന ഒരാളാണുള്ളത്, നിൻ്റെ ഒരു പേപ്പറിൽ ഇത്ര മാർക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി ഒരല്പം ഇങ്ങനെ പിന്നോട്ട് നിന്ന് ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തോ ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ ഒരു കുറഞ്ഞ മാർക്ക് കിട്ടിയത്. അതിലുടനെ ആ കുട്ടി പറഞ്ഞത് ഫോണിൽ കുറച്ച് കളി കൂടി എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ പഠനത്തിൽ നിന്നും പിന്നോക്കം പോകാൻ പലപ്പോഴും ഫോണുകൾ അതല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ കാരണമാവാറുണ്ട്. അപ്പം അതിനും നമ്മളൊരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കണ്ട ശരിക്കും. അതെ, ഫോണ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് അധ്യാപകർ തന്നെ ഇന്നിപ്പോൾ ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങൾ ഈ കോവിഡിന്റെ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ പരാതിപ്പെടുന്ന ഒരു മേഖല എന്താണ്? കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഫോണിന്റെ വിഷയത്തിൽ. എന്നാൽ ഇത് നമ്മൾ പാരൻസ് പറയുമ്പോഴും അധ്യാപകർ അവരുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് കൊടുക്കുന്നത് ഓൺലൈൻ മോഡിൽ തന്നെയാണ്. ഇത് നിർത്തുക എന്നുള്ളത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ തീരെ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാരണം പക്വതയില്ലാത്ത അല്ലെങ്കിൽ കാര്യങ്ങൾ വിവേചിച്ചറിയാൻ പറ്റാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അത്തരം ആംഗിളിൽ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഞാൻ ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചല്ല, അവര് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണയും അല്ലെങ്കിൽ പക്വതയൊക്കെ എത്തിയ പ്രായമാണ്. എന്നാൽ ചെറു പ്രായത്തിലുള്ള SSLC ക്ലാസ്സിൽ അല്ലെങ്കിൽ 8, 9, 6, 7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവർക്ക് കിട്ടുന്ന കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടി എന്താണോ തിരയുന്നത്, ഫോർ എക്സാമ്പിൾ പോൺ സൈറ്റ് തിരയാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ആ ഒരു വേർഡ് അവിടെ ടൈപ്പ് ചെയ്യുന്നതോടുകൂടി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സൈറ്റുകളാണ് പിന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ചില കാര്യങ്ങൾ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടാം. ഈ ട്രാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് അതിനുള്ള മറുമരുന്ന് അറിയില്ല. അപ്പോൾ ആ മറുമരുന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഫർദർ വീണ്ടും കണിയിൽ അകപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതാണ് പല കുട്ടികൾക്കും സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഡ്രഗ് അഡിക്ഷനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഭീകരമാണ് നമ്മുടെ ഇളം തലമുറയായ മക്കളെ ബാധിക്കുന്ന സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത്. പഠനരംഗത്ത് മാത്രമല്ല വ്യക്തിരംഗത്തും സാമൂഹികമായും ഒക്കെ പിന്നോട്ട് വലിയാൻ അത് കാരണമായി തീരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ ടെക്നോളജിക്കലി ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് പരീക്ഷയുടെ, അപ്പോൾ ഇന്ന് കെമിസ്ട്രിയുടെ പരീക്ഷയാണെങ്കിൽ അല്ലെങ്കിൽ നാളെ കെമിസ്ട്രിയുടെ പരീക്ഷയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ മില്യൺ കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഒരു പരീക്ഷാ സമ്പ്രദായം പറയുകയാണെങ്കിൽ ഒരു സൈറ്റിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ 8ാം ക്ലാസ്സിൻ്റെ വ്യത്യസ്ത ക്ലാസ്സുകൾക്ക് ഓരോ ഇത് വെച്ചിട്ട് അവിടെയൊക്കെ ക്ലാസ് നടക്കാൻ, ലൈവ് ക്ലാസ്സുകൾ, മണിക്കൂറുകൾ ക്ലാസ്സുകൾ നടക്കാൻ. കുട്ടികളെല്ലാവരും നമ്മളൊക്കെ പഠിച്ചിരുന്നത് പോലെ ഇന്ന് പഠിക്കുകയല്ല, മറിച്ച് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ക്ലാസ്സുകൾ കേൾക്കുക മാത്രമാണ് കുട്ടികൾ ചെയ്യുന്നത്. അതിൽ ഒരു പരിധിവരെ ചില കുട്ടികൾക്ക് നന്നായി ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ചില കുട്ടികൾക്ക് ഒന്നും എഴുതുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് മാർക്കുകൾ വളരെ കുറയാറുമുണ്ട്. അവസാനം റിസൾട്ട് വരുമ്പോൾ രക്ഷിതാക്കൾ അടക്കം പറയും ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു, അതിൽ നിന്ന് ഒന്നും പഠിച്ചില്ല, ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഒരിക്കലും അത് സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കാണാം. അപ്പോൾ ഈ ഓൺലൈൻ രംഗത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് അനന്ത സാധ്യതകളും ഇല്ലേ? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് ഒരിക്കലും നമ്മൾ തള്ളുന്നില്ലല്ലോ. ഓൺലൈൻ സംവിധാനം പഠന മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും തള്ളുന്നില്ല. പക്ഷേ
ഏജ് വൈസ് കുട്ടികളുടെ പ്രായം അനുസരിച്ചുകൊണ്ട് ഗൈഡൻസും സപ്പോർട്ടും നൽകേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഓൺലൈൻ സപ്പോർട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. കാരണം ഈ കുട്ടി ഈ പറഞ്ഞ രൂപത്തിൽ വളരെ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമതയോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രൊമോട്ട് ചെയ്യാം. എന്നാൽ കുട്ടികളുടെ ബുദ്ധിവികാസത്തെയും അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ മാനസികാരോഗ്യത്തെയും അത് സാരമായി സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഒരു കുട്ടി നമ്മൾ വിചാരിക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഒരു ട്യൂഷന് പോവാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ മോഡിൽ കൂടി ഈ സംവിധാനങ്ങളുണ്ട്. അത് 1-2 മണിക്കൂർ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യണം, അത് നമ്മൾ ഒരിക്കലും തള്ളുന്നില്ല. എന്നാൽ ഈ സംവിധാനം ദുരുപയോഗം ചെയ്യുന്ന ഘട്ടത്തിൽ അവരിൽ ഉണ്ടാകുന്ന കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയതിനു ശേഷം അയ്യടെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഫോർ എക്സാമ്പിൾ സ്ട്രെസ് വർദ്ധിക്കുന്നു, ആങ്സൈറ്റി വർദ്ധിക്കുന്നു, ഡിപ്രഷൻ വർദ്ധിക്കുന്നു. ഇതൊക്കെ പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. കാരണം ഈ കുട്ടികൾക്ക് സൊസൈറ്റിയുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നുണ്ട് അല്ലെ. ഇന്ന് നമ്മൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടി പണ്ട് കാലത്തുള്ള ആളുകൾ ഉപയോഗിച്ച മെത്തഡോളജി എന്താണ് അല്ലെ? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന് വലിയ പ്രാധാന്യമല്ലേ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അറിവുകളെ അല്ലെങ്കിൽ എക്സ്പീരിയൻസുകളെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മാധ്യമം എന്താണ്? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. സൊസൈറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പഠന റൂമിൽ ഒതുങ്ങിക്കൂടി ഒരു സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തുകയും സൊസൈറ്റിയിൽ ഒരു അംഗമായി അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ അത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രതിബദ്ധത വേണം. ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവണമെങ്കിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കുട്ടി അറിയണം. അതിന് റെസ്പോൺസ് ചെയ്യാൻ പറ്റണം അല്ലെ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തോട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ശീലം ഉണ്ടാവണ്ടേ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ബസ്സിൽ കയറുന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു ഇവന്റാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഡിസാസ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ വർക്കിംഗ് ഡേ ആയി പ്രഖ്യാപിച്ചു. നോർമലി ഫ്രൈഡേ വർക്കിംഗ് അല്ല. അപ്പോ ഇന്നേ ദിവസം കുട്ടികൾ കോളേജിലേക്ക് വരുമ്പോൾ ബസ്സിൽ നിന്ന് പിന്നെ കൺസെഷൻ ടിക്കറ്റ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവർ വളരെ മോശമായിക്കൊണ്ട് ചില ബസ്സിലെ ജീവനക്കാര് കുട്ടികളോട് പെരുമാറി. അപ്പൊ ആ കുട്ടികൾക്ക് ഈ അനീതി കാണുന്ന ഘട്ടത്തിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അസർട്ടീവ്നെസ് വേണം. എന്നാൽ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടുള്ള സദാസമയവും മൊബൈലിൽ തന്നെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനോട് പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നു. ഈ പാഠങ്ങൾ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടുണ്ടാവുന്നു. പണ്ട് കാലത്ത് അങ്ങനെയല്ലല്ലോ. നമ്മളോട് പരുഷമായിട്ട് കിട്ടുന്ന കാര്യം സമൂഹത്തിൽ നിന്ന് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറെ അറിവുകളുണ്ട്. ആ അറിവ് അവിടുന്ന് കിട്ടി പ്രതികരിക്കുക എന്നുള്ളത് അവിടുന്ന് ചെയ്യേണ്ടതാണ്, അവിടുന്ന് പോന്നിട്ടല്ല. ഇത് കിട്ടാതെ പോകുന്നു എന്നുള്ളത് ഈ ടെക്നോളജിയുടെ അല്ലെങ്കിൽ അതിപ്രസരം ഉണ്ടാക്കുന്ന ഒരു ദുരന്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മുടെ മക്കൾ ഏത് രൂപത്തിലാണ് അവരുടെ സ്ക്രീൻ ഉപയോഗിക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ വിലയിരുത്താൻ സാധിക്കുന്നത് നമുക്കാണ്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് പഠിക്കാനുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, അതല്ലെങ്കിൽ അവർ എഴുതിയ പരീക്ഷകളിൽ മാർക്ക് ലെവലിലും അതുപോലെ തന്നെ അവരുടെ വിവിധ ശേഷി രംഗത്തും ഉയർച്ചയുണ്ടാവുമെന്നതിൽ സംശയമില്ല. മറിച്ച് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിൻ്റെ പേരിൽ മാർക്കുകൾ താഴുകയും അവർക്ക് ലഭിക്കേണ്ട സോഷ്യൽ സ്കില്ലുകളും പേഴ്സണൽ സ്കില്ലുകളൊക്കെ താഴേക്ക് പോവുകയാണെങ്കിൽ അത് ഗുരുതരമാണ്, അഡിക്ഷനാണ്, പരിഹരിച്ചേ മതിയാവൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി സർ ഇപ്പോൾ ഈ ഒരു നമ്മൾ ടെക്നോളജിക്കൽ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ന്യൂ ജെൻ കുട്ടികൾ അല്ലെങ്കിൽ ഈ ആൽഫ ജനറേഷൻ കുട്ടികൾ ഫേസ് ചെയ്യുന്ന വേറെയും ഒരുപാട് പ്രശ്നം, അല്ലെങ്കിൽ ഇതിനോട് ഇനി ആഡ് ചെയ്യേണ്ട കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന്റെ അഭാവമാണ്. അത് ഒരു വലിയ വിഷയമാണ്. കാരണം
ഒരു കുടുംബത്തിൽ ഉം. നമ്മൾ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഉണ്ടാവും. അല്ലേ? അത് നല്ല കാര്യങ്ങളും ഉണ്ടാവും, ചീത്ത കാര്യങ്ങളും ഉണ്ടാവും. തീർച്ചയായും. അപ്പോൾ അവിടെയൊക്കെ പ്രതികരിക്കുകയും അതിൽ പങ്കാളിത്തം കൈവരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണല്ലോ. ആ, ആ, കാരണം ഒരു കുട്ടി ജീവിക്കുന്നത് സമൂഹത്തിലും കുടുംബത്തിലും ആയതുകൊണ്ട് ആ, ആ. ആ കുടുംബത്തിന്റെ ഇഷ്യൂസ് ആ കുട്ടിയുടെ കൂടി ഇഷ്യൂസ് ആണല്ലോ. അല്ലേ? ഉപ്പ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആ. അവിടെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം ആ കുട്ടിക്കുണ്ട്. ഉണ്ട്. അതെ. കുട്ടി അതേ സമയത്ത് SLC പരീക്ഷയാണ് അല്ലെങ്കിൽ 9ാം ക്ലാസ് പരീക്ഷയാണ് ഉം. എന്ന് പറഞ്ഞ് ആ പുസ്തകവും എടുത്ത് പോരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഉം. വ്യത്യസ്തമായി ഉം. എൻ്റെ ഉപ്പയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഉം. ഉം. ആ ഉപ്പയാണ് എൻ്റെ ജീവിതം ഉം. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത്, എനിക്ക് ഭക്ഷണം ഒരുക്കി തരുന്നത്, ഉം. എന്നെ പോറ്റുന്നത്, എൻ്റെ ഉമ്മക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്നത്. ഉം. ഈ ഒരു ബോധം ഉം. അതുണ്ടായിക്കൊണ്ട് അവിടെ ഇടപെടേണ്ട ആ ഒരു സ്കില്ലില്ലേ, ഉം. തീർച്ചയായും. ആ സ്കില്ല് ഉം. വിദ്യാഭ്യാസത്തിൽ കൂടി ആർജിക്കാത്ത കാലത്തോളം ഉം. വിദ്യാഭ്യാസം എന്തിനാണ്? ഉം. അതെ. ഇതൊരു വലിയ ചോദ്യമാണ്. ചോദ്യമാണ്. എന്നാൽ കുട്ടി പറയാണ് എനിക്കിന്ന് SLC പരീക്ഷയാണ് ആ. അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലുള്ള ഹാഫ് ഇയർലി എക്സാം ആണ്, ഉം. അതിനുവേണ്ടി ഞാൻ പോകും, എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ്. ആ. ആ. എന്നാൽ അതിന് പോകണ്ട എന്നല്ല, ആ. അല്ല. അവിടെ രണ്ടും ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഉം. എങ്ങനെ ആ ക്രൈസിസിനെ മാനേജ് ചെയ്യണം എന്നുള്ള ഉം. ഒരു സ്കില്ല്, ഉം. ഒരു ക്രൈസിസ് മാനേജ്മെന്റ് സ്കില്ല് ഉം. കുട്ടി നേടിയെടുക്കേണ്ടതുണ്ട്. ഉം. അത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നില്ല. കാരണം ഉം. ഈ കുട്ടികളുടെ അധിക സമയവും അവർ ഉപയോഗപ്പെടുത്തുന്നത് ഉം. ഇത്തരം സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലാണ്. അതെ. അതെ. ഉം. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് ഉം. പുതുതായി വെക്കാനും അവരുടെ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാനും ഉം. അതുപോലെ തന്നെ അവർക്ക് ലൈക്കുകൾ കൂടുതൽ കിട്ടാനും ആ. ഇതൊക്കെയാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതെ. എന്നാൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഉം. നമ്മളുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാവേണ്ട ഘട്ടത്തിൽ ഉം. ആ ഇടപെടൽ ഉണ്ടാവുന്നില്ല, അല്ല. അത് പറഞ്ഞു കൊടുക്കുന്നുമില്ല. ഉം. കാരണം കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ രക്ഷിതാക്കൾ തന്നെ ചെയ്തു കൊടുക്കുന്നു. ഉം. 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 അതൊരു വലിയ ഫാൾട്ടാണ്. അതെ. തീർച്ചയായും. കുട്ടികൾക്ക് വേണ്ട കാര്യമൊക്കെ രക്ഷിതാക്കൾ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ ഉം. കുട്ടി എന്താണ് സേഫ് സോണിലാണ് അതെ. എപ്പോഴും ഉള്ളത്. ഉം. ഉം. ഈ സേഫർ സോണിൽ നിന്ന് കുട്ടി താഴോട്ട് ഇറങ്ങി വരാത്ത കാലത്തോളം ഉം. ഒരു അനക്കവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഉം. ഉം. അതൊരു വലിയ വിഷയമായിട്ടാണ് ആണ്, എനിക്ക് ആണ്. ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഈ ക്യൂരിയോസിറ്റി കുറഞ്ഞു വരിക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അല്ലേ? ഇത് എന്ന് പറഞ്ഞാൽ ഈ ന്യൂജൻ കുട്ടികൾ എല്ലാം രക്ഷിതാക്കളോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ സപ്പോർട്ട് ചെയ്ത് മാത്രം ചെയ്യുമ്പോൾ അവർക്കൊരു കാര്യവും പുതുതായി ചെയ്യാനും കഴിയില്ല. ഒരു അന്വേഷണത്തറയില്ല. ഒരു അന്വേഷണത്തറ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ, ഈ ആൽഫ ജനറേഷനിലെ കുട്ടികൾ നേരിടുന്ന ഇപ്പോൾ മെൻ്റൽ ഇഷ്യൂസുകൾ ഒരുപാട് വരുന്നില്ല ഇപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട്. അതായത് ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ നേരിടുക എന്നുള്ളത് കോപ്പിംഗ് സ്കില്ലാണ് ആ, അല്ലേ? ആ, ഇപ്പൊ ആ. നമുക്കിപ്പോൾ ഒരാൾ എന്നെ ചീത്ത പറഞ്ഞു, ഉം. അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് കിട്ടി, ഉം. ഇൻസൾട്ട് ചെയ്യപ്പെട്ടു, ആ. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് പണ്ടും നമ്മളൊക്കെ നേരിട്ടതല്ലേ. നേരിട്ടിട്ടുണ്ട്. അതെ. പക്ഷെ ഇന്ന് ചെറിയ ഒരു കാര്യത്തിന് കുട്ടിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചീത്ത സഹിക്കാനുള്ള അവസ്ഥ പോലും കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. ആ. ഇതാ ഞാൻ പറഞ്ഞത്, ആ, ആ. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്ന് ഉം. പഠിപ്പിക്കപ്പെടുന്നില്ല. ഉം. 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 പഠനത്തിൽ കൂടി അച്ചീവ് ചെയ്യപ്പെടേണ്ട ഗോൾ എന്ത് എന്ന് പഠിപ്പിക്കപ്പെടുന്നില്ല. ഉം. എല്ലാവരും വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകളിലേക്കും കോളേജിലേക്കും കുട്ടികളെ പറഞ്ഞേക്കുന്നുണ്ട്. ഉം. എന്നാൽ മാറിയ ഈ കാലഘട്ടത്തിൽ ഉം. അനിവാര്യമായും വിദ്യാഭ്യാസത്തിൽ കൂടി കുട്ടി ആർജിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഉം. ഉം. ഫാമിലിയിൽ എന്ത് കിട്ടേണ്ടതുണ്ട്? ഉം. നമ്മുടെ സമൂഹത്തിന് എന്ത് കിട്ടണം? രാജ്യത്തിന് എന്ത് കിട്ടണം? ഉം. ഉം. ഇതെല്ലാം ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യങ്ങൾ കൃത്യമായി കുട്ടികൾക്ക് കൂടി നിർവചിക്കപ്പെടുമ്പോഴേ ആ. കുട്ടികൾ അതിന് പ്രാപ്തരാവുള്ളൂ. ഉം. ഉം. പലപ്പോഴും സ്കൂളിൽ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്ക് പോലും ഉം. എന്തിനാണ് ഞാൻ എൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് എന്നുള്ള ലക്ഷ്യബോധമല്ല. ഇല്ല. നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടു, അതെ, ഞാൻ വെറുതെ പറയല്ല. അതെ. ആ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ കുട്ടികൾ ക്ലാസ്സിൽ വരുമ്പോൾ ഉം. എനിക്ക് ആർജിക്കേണ്ട സ്കില്ലുകൾ ഇന്നതാണ്, അതാണ്. ഉം. എൻ്റെ കരിയർ ഇന്നതാണ്, ഈ കോഴ്സ് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ നേടിയിരിക്കും. ഉം. ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഉം. അവരെത്തേണ്ടതില്ലേ? ഉണ്ട്. തീർച്ചയായും. പലപ്പോഴും വർഷങ്ങളോളം വിദ്യാഭ്യാസം കിട്ടിയ കുട്ടികൾ ഉം. ഒന്നും ആവാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതെ. ചിലപ്പോൾ അവർക്ക് A+ പല വിഷയങ്ങളും കിട്ടിയിട്ടുണ്ടാവും, ഉം. അതെ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഉം. പക്ഷെ വെറും A+ കൊണ്ട് മാത്രം ഉം. ജീവിതം അതിൻ്റെ ലക്ഷ്യം നിർണ്ണയിക്കപ്പെടുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലും. അതുകൊണ്ട് ഒരു ആങ്സൈറ്റിയെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, ഉം. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഉം. ജീവിതം എന്നുള്ളത് സുഖ ദുഃഖ സമ്പൂർണമാണ്, അതെ. സമ്മിശ്രമാണ്. ഉം. ഈ ഒരു പാഠം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ജീവിതത്തിൽ ഫെയിൽ ചെയ്യും, ഉം. പരാജയപ്പെടും, ഉണ്ടാവും. അതെ. ചീത്തകൾ കേൾക്കും, ഉം. നീ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കപ്പെടില്ല, ഉം. 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 എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നില്ല. അതെ. അപ്പൊ നമ്മൾ വീട്ടിൽ കുട്ടിയെ ശകാരിക്കുന്ന ഘട്ടത്തിൽ ഉം.
പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥ അപ്പുറത്ത് വേറെയുണ്ട്. അതെ. ചിലപ്പോൾ ശകാരിക്കേണ്ടി വരും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഈ രണ്ടും ഉണ്ട്. അതെ അതെ. എന്നാൽ ഏത് സമയവും ഞാൻ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് വിജയം മാത്രമേ കിട്ടൂ എന്നുള്ള ആ ഒരു ധാരണയിൽ നിന്ന് കുട്ടികൾ മാറണം. രക്ഷിതാക്കൾ പോലും എല്ലാറ്റിലും ഫസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കുന്നു. അത് ശരിയല്ല. വെറും മാർക്ക് മാത്രമല്ല ഒരു കുട്ടിയുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായും അവർക്ക് കിട്ടേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ കൂടി കൂട്ടുകാരിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അതുപോലെ തന്നെ സറൗണ്ടിങ്സിൽ നിന്നൊക്കെ കിട്ടേണ്ടതുണ്ട്. അത് കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇതുപോലുള്ള അവസ്ഥകൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല സാർ, എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടെയൊക്കെ പാരൻറ്റിങ് അവയർനെസ് ക്ലാസ്സുകൾ നടത്താറുണ്ട്. പക്ഷെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഇത്ര അവയർനെസ് ക്ലാസ്സുകളൊന്നുമില്ല. പക്ഷെ അവിടെ ടീച്ചേഴ്സും രക്ഷിതാക്കളും തമ്മിലൊരു ഗുഡ് റാപ്പോ അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക ബന്ധം നിലനിന്നിരുന്നു. ആ ബന്ധം ഇന്ന് കുറഞ്ഞു വരികയും എന്നാൽ അവയർനെസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ രക്ഷാകർതൃത്വ ക്ലാസ്സുകളൊക്കെ കൂടി വരികയും ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഈ ആൽഫ ജനറേഷൻ ആണല്ലോ ഇപ്പോൾ സ്ഥാപനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവിടെ ഈ ഒരു ക്രിയാത്മകമായ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശം നമുക്ക് എന്താ വെക്കാൻ പറ്റും സ്നേഹക്കൂടിൻ്റെ ഭാഗത്ത്? അതായത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ അധ്യാപകർ നേരിടുന്നുണ്ട്. അപ്പം അധ്യാപകന് പല മേഖലയിലും സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ കുട്ടികളെ ശരിയായ രൂപത്തിൽ ശിക്ഷണം നൽകി, നല്ല രൂപത്തിൽ വിദ്യാഭ്യാസം നൽകി, അവർക്ക് മൊറാലിറ്റി പ്രൊവൈഡ് ചെയ്ത് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ പ്രതിജ്ഞാബദ്ധരായ അധ്യാപകർ, നല്ല ശതമാനം അധ്യാപകർ അങ്ങനെ തന്നെയാണ്, അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ മാതൃകയില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾക്ക് മാതൃകയാകുന്ന അധ്യാപകരുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു 5-2-3% മാത്രമേ ഉണ്ടാവുള്ളൂ. ഭൂരിപക്ഷം അധ്യാപകരും നല്ലവരാണ്. അപ്പൊ ഈ നല്ല അധ്യാപകൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. രണ്ടാമത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ, കുട്ടികളുടെ വിഷയത്തിൽ ഒരധ്യാപകൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് മോറൽ പോലീസിങ് എന്നുള്ള ടേം വെച്ചുകൊണ്ട് അവരെ സപ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ സൈഡ് ലൈൻ ചെയ്യുന്ന, പാർശ്വവൽക്കരിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുന്ന, അവർ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം പല അധ്യാപകർക്കുണ്ട്. ഒരു കുട്ടി ഇമോറൽ ട്രാഫിക്കിലേക്ക് പോകുന്നു, ലൈവായി നമ്മൾ കാണുന്ന ഘട്ടത്തിൽ എൻ്റെ മകള് അല്ലെങ്കിൽ എൻ്റെ മകൻ ആ സ്ഥാനത്തായി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അതേ കാര്യം തന്നെ എൻ്റെ മക്കളോട് പോലെ എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അധ്യാപകർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് അവർ നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് സർക്കാർ പോലെയുള്ള സംവിധാനങ്ങൾ നിയമ നിർമ്മാണത്തിൽ കൂടി തന്നെ കുട്ടികളുടെ മൊറാലിറ്റി പരിരക്ഷ ഉറപ്പുവരുത്തുന്ന അധ്യാപന സംവിധാനം പുനർക്രമീകരിക്കപ്പെടണം, സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതിലേക്ക് വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ രക്ഷിതാക്കളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഈ ഒരു ഉപചോദ്യം വളരെ ബോധപൂർവമാണ് ചോദിച്ചത്. ന്യൂജൻ കുട്ടികൾ ലക്കും ലഗാനുമില്ലാതെ എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് അവരെന്താണ് എന്ന് പോലും തിരിച്ചറിയാത്ത സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പം അവിടെ അധ്യാപകർക്ക് വലിയ റോളുണ്ട്. പക്ഷേ ഇന്ന് അധ്യാപകർ പിൻവലിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അഥവാ ഈ കുട്ടികളെ നിയന്ത്രിക്കാനും ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അവർ അരുതായ്മകൾ ചെയ്യുമ്പോൾ നോ എന്ന് പറയാനും അധ്യാപകർ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ ആ അധ്യാപകരെ കുട്ടികൾ പറയുന്ന ചില കാര്യത്തിൻ്റെ പേരിൽ അങ്ങോട്ട് തട്ടിക്കേറി നിങ്ങൾ സദാചാര പോലീസുകളാവണ്ട, നിങ്ങളുടെ ഉത്തരവാദിത്തം പഠിപ്പിക്കലാണ് എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ന്യൂജൻ കുട്ടികൾ, പ്രത്യേകിച്ച് ആൽഫ ജനറേഷനിലെ കുട്ടികൾ ലക്കും ലഗാനും ഇല്ലാതെ തന്നെയായിരിക്കും പോവുക. അത് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് പീസ് റേഡിയോ സ്നേഹക്കൂടിന് രക്ഷിതാക്കളോട് മുന്നിൽ വെക്കാനുള്ളത്. അത് മാത്രമല്ല സർ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നല്ല കോൺസ്പിറസി നടക്കുന്നുണ്ട്. കോൺസ്പിറസി എന്താന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ സ്നേഹക്കൂടിൽ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ റിസോഴ്സിനെ, നമ്മുടെ മനുഷ്യ വിഭവശേഷിയെ നല്ല രൂപത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അസറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വലിയ പുരോഗതി ഉണ്ടാവും. ഈ പുരോഗതി ഒരിക്കലും ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് ബോധപൂർവം നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കാനും അവരെ നല്ല കാര്യങ്ങളിൽ നിന്ന്, ക്രിയേറ്റീവായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇന്നുള്ള കോസ്മെറ്റിക് സംസ്കാരം, അല്ലെ, ബ്യൂട്ടി കൺസെപ്റ്റ്, ഈ ഒരു 4-5 വർഷം കൊണ്ട് ഒരു വലിയ മാറ്റം
പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടികൾ മാത്രമല്ല സാർ, ആൺകുട്ടികളും പെൺകുട്ടികളിലാണ് കാര്യമായിട്ട് കൂടുതൽ, ആൺകുട്ടികളും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ ഒരു ബ്യൂട്ടി കോൺഷ്യസ്നെസ്, ബോഡി ഇമേജ് ഇതുണ്ടാക്കിയ വലിയ ചാലഞ്ചാണ്. അതായത് മൈ ബോഡി ഈസ് മൈ റൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കുട്ടികള് സമൂഹവുമായി ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ, പാരന്റ്സുമായി ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ ഞങ്ങൾക്ക് തോന്നിയതെല്ലാം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവര് സ്കൂൾ ടൈമിങ്ങിലും കോളേജ് ടൈമിങ്ങിലും അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ടൂർ പോകുന്ന ഘട്ടത്തിലും അതുപോലെ തന്നെ അവരുടെ സ്വന്തം യാത്രയിലും അവർ ഇഷ്ടപ്പെട്ട കാമുകിയുടെ കൂടെ അവർ യാത്ര പോകുന്നു. പണ്ട് കാലത്ത് ഇത്തരം കാര്യങ്ങൾ ഒരു നാട്ടിൽ കാണുകയാണെങ്കിൽ അവർ അതിൽ ഇടപെടും. അതുപോലെ തന്നെ അവർക്ക് പിന്നെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. ഇന്ന് പബ്ലിക്കായിട്ട് ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള ഫ്രീഡം ഇല്ല. ഏതെങ്കിലും ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു നല്ല വ്യക്തിത്വം അത് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിയാവുന്ന ഒരു ദുരന്തമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? നമ്മളിപ്പോൾ ഈ ഒരു ആൽഫ ജനറേഷനുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഇഷ്യൂകളുണ്ട്. അതിൽ വളരെ കുറച്ച് ഇഷ്യൂകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനിയും ഉണ്ട് ഒരുപാട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടി മാത്രം ഒരു പക്ഷേ ഒരു എപ്പിസോഡ് വേണ്ടി വരും. കുട്ടികളുടെ പഠന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ സ്കില്ലുകൾ കുറച്ചെണ്ണം നമ്മളിവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മെൻ്റൽ അല്ല ഇമോഷണൽ സ്കില്ലുകൾ, ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതായത് ഇമോഷണൽ നീഡ്സ് ഓഫ് ചിൽഡ്രൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. വൈകാരികമായ ആവശ്യങ്ങൾ, അതായത് മാറിയ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന അവരുടെ മാനസികമായ ആവശ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അധ്യാപകന്റെയും രക്ഷിതാവിന്റെയും ബാധ്യതയാണ്. അതായത് പണ്ട് നമ്മൾ ശീലിച്ച ആ ഒരു കാര്യങ്ങളല്ല ഇന്നത്തെ കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നീഡ്സ്, അവരുടെ വാണ്ട്സ് ഇതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരു സെൻസ് ഓഫ് റെക്കഗ്നിഷൻ, അംഗീകാരം, പ്രോത്സാഹനം അത് അധ്യാപകനിൽ നിന്ന് കിട്ടണം, രക്ഷിതാവിൽ നിന്ന് കിട്ടണം. ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ് കുട്ടി ഇന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. പലപ്പോഴും അധ്യാപകർ മാറുന്നില്ല. അതായത് പണ്ടുള്ള അതേ സിസ്റ്റത്തിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന, അധ്യാപനം നടത്തുന്ന, കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കാത്ത അവസ്ഥ പ്രത്യേകിച്ച് അധ്യാപകർക്കും ഉണ്ട്. എല്ലാ അധ്യാപകർക്കും അല്ല, ചില അധ്യാപകർക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ട് അത്തരം അധ്യാപകരെ കൃത്യമായിട്ട് ഈ കുട്ടികൾ അസസ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾ ഹൈലി ടാലന്റഡ് ആണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഗർഭപാത്രത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏകദേശം എല്ലാ സ്കില്ലുകളും സ്റ്റോർ ചെയ്തുകൊണ്ടാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നിമിഷങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ഒരു അധ്യാപകനെ അസസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ, വിശകലനം നടത്താൻ, ജഡ്ജ് ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കും. അപ്പൊ ആ കുട്ടിയുടെ റേഞ്ചിലേക്ക് അധ്യാപകൻ ഉയർന്നിട്ടില്ല എങ്കിൽ, കുട്ടിയുടെ ബുദ്ധി വിധാനത്തിലേക്ക് അധ്യാപകൻ ഉയർന്നിട്ടില്ല എങ്കിൽ ആ അധ്യാപകന് കുട്ടിയുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഒരു കുട്ടി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അടുത്ത അവന്റെ പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളോട് അവൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് ഒരു വലിയ ഡിസ്റ്റൻസിങ് കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവേണ്ടത്, മാറിയ സാഹചര്യത്തിൽ മാറേണ്ടത് അധ്യാപകനും അതുപോലെ തന്നെ രക്ഷിതാക്കളും തന്നെയാണ്. അത് അധ്യാപകരും രക്ഷിതാക്കളും മനസ്സിലാക്കാത്ത കാലത്തോളം ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. കുട്ടികളെ മാറ്റാൻ വേണ്ടി നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല. ദേ വിൽ നെവർ ചേഞ്ച്. മാറേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതാണ് എനിക്ക് അവസാനമായിട്ട് ഈ സ്നേഹക്കൂടിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇതിൻ്റെ ഷോർട്ടായിട്ട് നമുക്ക് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ന്യൂജൻ പ്രശ്നങ്ങളുണ്ട്. ആൽഫ ജനറേഷൻ്റെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ കുട്ടികളല്ല പലപ്പോഴും പ്രശ്നക്കാരായി മാറുന്നത്. അവിടെ രക്ഷിതാക്കളാണ്, അധ്യാപകരാണ്. അപ്പോൾ നമുക്കാണ് ഏറ്റവും പെട്ടെന്ന് മാറാൻ സാധിക്കുക. അവരോടുള്ളൊരു നല്ലൊരു ഗുഡ് റാപ്പോ, നല്ലൊരു ബന്ധം ഇപ്പോൾ പലപ്പോഴും അകൽച്ചയിലാണ്. മുതിർന്ന ആളുകൾ നമ്മൾ ആ കാലഘട്ടത്തിനെയാണ്, നമ്മൾ ജനിച്ചു വളർന്ന, നമ്മൾ പഠിച്ചു വന്ന ആ കാലഘട്ടത്തിനെയാണ് ഇപ്പോഴുള്ള മക്കളുമായി കമ്പയർ ചെയ്യുന്നത്. ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ജനിച്ചു വളരുന്ന ഈ ഒരു കാലഘട്ടത്തിനെ മനസ്സിലാക്കി കുട്ടികളിലേക്ക് അടുക്കാനും അവരിലോട് അടുത്ത് ഇടപഴകാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മക്കളായി
ഏറ്റവും സുന്ദരമായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കൂ. ആ ഒരു സ്കില്ല് അധ്യാപകരും രക്ഷിതാക്കളും നേടിയെടുക്കുക എന്നതാണ് പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഏറ്റവും നല്ല ഖൈറും ബർക്കത്തുമുള്ള കുടുംബങ്ങളാക്കി തീർക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മുന്നേറാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വേണ്ട നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനനായ സാറിനുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ ഉണ്ടാവണം, അതുപോലെ തന്നെ ഇതിലെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവണമെന്ന് കൂടി അറിയിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.